ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അടിപൊളി മോരിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കുമ്പളങ്ങ കഷ്ണമാണ്, കുറച്ച് കായ കഷ്ണമാണ്, പിന്നെ നമുക്ക് വേണ്ടത്തിന് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഉണ്ട്. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കുകയല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ കുമ്പളങ്ങ കഷ്ണം, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 3 ഗ്ലാസ് വെള്ളം വാർന്നു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. അപ്പോൾ നമ്മൾ 1 മുറി തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. 1 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ജാറിലിട്ടിട്ടുണ്ട്. ഇനി അരച്ചിട്ട് വരാം. തേങ്ങ നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് വെന്തിട്ടുണ്ട്. കുമ്പളങ്ങയും കായയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തൈര് വാർന്നു കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോര് കറിക്ക് പുളിയുള്ള തൈര് വേണം. അതാണ് മോർക്ക് ഭയങ്കര ടേസ്റ്റ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളക്കാൻ വെക്കാം. നമ്മളെ മോരിക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തൈര് വാർന്നു. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങയും ജീരകവും കൂടി ഇല്ലാതെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ജാറിലത്തെ വെള്ളം കൂടി ഇതിൽ പറന്നു കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി മോരിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് കടു പൊട്ടിക്കാം. അപ്പം നമുക്ക് മോരിക്കറി തൂമിക്കാൻ പോകാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊക്കെ എണ്ണ പാരാ. വെളിച്ചെണ്ണയാണ് വാർന്നു കൊടുക്കുന്നത്. 1 സ്പൂണ് കടുകിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഉലുവട്ട് കൊടുക്കുക. 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കടുക് കൊടുത്തത് കൊടുക്കാം. കടുക് ഉലുവ പച്ചമുളകൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ടത് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് അടിപൊളി മോരിക്കൂട്ടാനാണ്. ഇത് വെറൈറ്റി മോരിക്കൂട്ടാനാണ്. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇതൊന്ന് കഴിച്ചിട്ടുണ്ട്. അടിപൊളി. എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണിത്. അടിപൊളിയാണ്. ഇതിലേക്ക് വരട്ടിയ ഇറച്ചി കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി. ഒരു പപ്പടം മതി. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്.